ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. പറയുന്ന പോലെ അപ്രതീക്ഷിതമായിട്ടാണ് കിച്ചുവിന്റെ വ്ലോഗിൽ ആ അവാർഡിന്റെ കാര്യം വന്നത്. അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് ബോധ്യമായി ഇവര് നല്ല ഒന്നാം തരം അട്ടർ ഫേക്ക് ആണ്. ഈ അന്നേരം ഇതിനൊരു മറുപടിയായിട്ട്, ഒരു വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയായിട്ട് രണാസുന രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ വീഡിയോ വന്നത് കണ്ടു. സുധിച്ചേട്ടന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ എന്ത് സംസാരിക്കാനാണ് നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഋതപ്പൻ കുഞ്ഞു പ്രായമാണ്, അതുകൊണ്ട് അവൻ എടുത്തത് വെച്ച് കളിക്കും, അതിന് തടിയായോണ്ട് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഋതപ്പന് കൈയെത്തി പിടിക്കാൻ പറ്റാത്ത ഒരു ഹൈറ്റിൽ കട്ടിലിന്റെ അടിയിൽ വെച്ചേക്കുമായിരുന്നു. കളിക്കും അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അറിയാമോ? അറിയില്ല എന്നാ അറിയണം. സൂപ്പർ കണ്ടാലും പറയും സൂക്ഷിച്ചേക്കോരൻ. ആറാ സൂക്ഷിച്ചേക്കോലെന്ന് പറഞ്ഞത്? ഏതോ ഒരു തുണിക്കട ഫ്രീ കവറിനകത്ത് എല്ലാം കൂടെ കുത്തി നിറച്ച് കട്ടനാണ് സൂക്ഷിച്ചു വെച്ചാൽ. നമ്മുടെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ നമുക്ക് അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം എന്നൊക്കെ പറയണ് ആളുകൾ എന്തൊക്കെ കഥയടിച്ചിറക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്ന എന്താണ്, രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു വെച്ചു. അല്ല അതിൽ അങ്ങനെ കമന്റ് ബോക്സ് വന്നേക്കുന്നത്. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ. എന്നിട്ട് വിഷമം അല്ല. നീ ഇനിയും വാ തുറന്ന നിന്റെ കാലവറിയാൻ ഭിത്തിയല്ല. ഈ കോമാളി പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു പേര്, സുധി എന്ന് പറയുന്ന പേര് തന്റെ പേരിനോടൊപ്പം ഉണ്ടായതിന്റെ പേരിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്യക്തിയാണ് രേണു സുധി. എന്ത് കഴിവുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഇവർക്കൊക്കെ അവാർഡ് കൊടുത്തതെന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 5 വയസ്സായതേ ഉള്ളവർ. അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് രണാസുനം അത് കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മള് വെറുതെ തെറ്റിദ്ധരിച്ചു. അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. നീ അതല്ല ഉദ്ദേശം. അവാർഡെടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞോളല്ല രേണു സുധി. സൂചിച്ചേട്ടനെ കളഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചിച്ചേട്ടൻ്റെ അവാർഡ് കളയുന്നത്? ആ അവാർഡ് സുധിച്ചേട്ടൻ എങ്ങനെ കളയാൻ പറ്റുമോ? ഇപ്പോഴും ആ ഒരു ബാനറിലാണല്ലോ ജീവിക്കുന്നത്. അവർ പിന്നെ കളയാൻ പറ്റില്ല. ഫോട്ടോ എടുത്ത് മരണം വേണ്ടി വെച്ചാലും അവാർഡ് എടുത്ത് കട്ടിന്റെ അടി വെച്ചാലും സുധിച്ചേട്ടനെ കളയാൻ പറ്റില്ല. മനസ്സിലായോ? പറഞ്ഞിട്ടില്ല. ഇത്രയും മതി. ഞാൻ പോയിട്ട് നാളെ വരാം.